നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്ന് തന്നെ ആയിരിക്കും. കാരണം സത്യാമ്മയുടെ സ്വത്തും ഈ ആഭരണങ്ങളെല്ലാം കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ചിരിക്കല്ലേ. ഇനി ഹർഷൻ തിരിച്ചു വന്നാ നീ എന്ത് ചെയ്യും? ഈ കല്യാണം നടന്ന ആ ശാലിനി മേഡത്തിന്റെ അവസ്ഥയോ? മറ്റൊരാളുടെ ശാപം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനൊരു കല്യാണം നിനക്ക് വേണോ? അച്ഛാ, അത് പിന്നെ ഹർഷൻ മറ്റൊരു വിവാഹം കഴിച്ചെന്ന് ഇവരെങ്ങനെയാ പറഞ്ഞു ബോധ്യപ്പെടുത്തുക? ഞാനല്ല ഹർഷനെ ചതിച്ചതെന്നും ഹർഷനാണ് എന്നെ ചതിച്ചതെന്നും പറഞ്ഞാൽ അച്ഛനും അമ്മയും വിശ്വസിക്കൂ? വിഷ്ണുവേട്ടനെയും സത്യാമ്മയുടെ സ്വത്തം കണ്ടിട്ട് ഞാൻ ഹർഷനെ തള്ളി പറയുകയാണെന്ന് ഇവർ പറയൂ. മോളെ, നീ ഒരു ജീവിതം ആഗ്രഹിച്ചത് ഹർഷന്റെ കൂടെയാ. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിലല്ലേ മോളെ വിവാഹം കഴിക്കേണ്ടത്? ഇവിടെ വിഷ്ണു അമ്മേ, ഞാനത് എങ്ങനെയാ അമ്മേ പറഞ്ഞ് മനസ്സിലാക്കുക? നിങ്ങൾ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഹർഷൻ നീ ഒന്നും പറയണ്ട കേട്ടല്ലോ. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. സാധ്യമല്ല. ഞാൻ കരുതിയത് അച്ഛനും അമ്മയും വന്നത് മോളുടെ കല്യാണം കൂടി ചെക്കനെ പെണ്ണിനെ ആശീർവദിക്കാനാണെന്നാണല്ലോ. പക്ഷെ വിവാഹം മുടക്കാനാ വന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കേറില്ലായിരുന്നു. ഞങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാ അത് കേൾക്കാൻ ഇവിടെ ആർക്കും നേരമില്ല രാജേന്ദ്ര. ഇന്ന് 12-നും 12:30-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ എന്റെ മകൻ വിഷ്ണുവിന്റെ വിവാഹമാണ്. വധു ഈ നിൽക്കുന്ന കാർത്തിക. ഈ കാര്യം സത്യഭാമയെ തീരുമാനിച്ചിരിക്കുന്നത്. തല പോയാലും ഇത് ഞാൻ നടത്തിയിരിക്കും. ഇനി ഈ വിവാഹം നടക്കുവാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആവലാതിയാണ് ഇതിന് പിന്നിലെങ്കിൽ ദേ ഈ സത്യഭാമ ഉറപ്പ് തരിക, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളുടെ മകളെ ഒരാളും ഒന്നും ചെയ്യില്ല. അതിന് ഞാൻ തന്നെയാ ഗ്യാരണ്ടി. അതല്ല സത്യമേ ഞങ്ങൾ പറയുന്നത്. വന്ന സ്ഥിതിക്ക് കല്യാണം കൂടാം. സന്തോഷമായിട്ട് നടത്തുന്ന എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാം. ഒടുവിൽ സദ്യയും കഴിച്ച് മകളെയും മരുമോനെയും മനസ്സ് തുറന്ന് അനുഗ്രഹിച്ച് മകളെ കെട്ടിച്ചയച്ച ചാരിതാർത്ഥ്യത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. അതല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന് രണ്ടുപേരും. തീരുമാനം നിങ്ങൾക്ക് വിട്ടിരിക്കുക. എന്ത് തീരുമാനിച്ചു? ഇനി ഞങ്ങളുടെ തീരുമാനത്തിനോട് പ്രസക്തിയില്ലല്ലോ. കല്യാണം കൂടുന്നുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് ചെല്ലാം. ദേ അവിടെ നിങ്ങൾ ആരും തടയില്ല. മോളെ, ചടങ്ങ് നടക്കുന്നതുവരെ എതിർപ്പുകൾ ഒരുപാടുണ്ടാവും. സത്യാമ്മയുണ്ട് കൂടെ. ഈ കല്യാണം നടക്കേണ്ടത് നിങ്ങളെക്കാളൊക്കെ എനിക്കാണ് ആവശ്യം. ചിലരുടെ മുഖത്ത് നോക്കി ചിലതൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഉള്ളതാ. ഇത് നടന്നേ ഒക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.